ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവനും ജയനിർമ്മലയും കൂടി സംസാരിക്കുന്നതെല്ലാം മാനസ അവിടെ നിന്ന് കേൾക്കുകയാണ്. അങ്ങനെ ദേവൻ പറയുകയാണ് ജയനിർമ്മലയോട്, നീ കാണിച്ചത് വലിയൊരു പൊട്ടത്തരം തന്നെയാണ്. മാനസയുടെ ജീവിതം വെച്ചാണ് നീ കളിച്ചത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഭാവനയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പോലെ മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനോട് നമുക്ക് അടുപ്പമുണ്ടാവുകയില്ല. കാരണം ഭാവനയ്ക്കും സൂര്യയ്ക്കും അതുപോലെ തന്നെയായിരിക്കും. ഭാവനയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞു പോലെ മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനോട് അത്രയ്ക്ക് അടുപ്പം അവർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചു. മാനസയും നാളെ ഇതിനെക്കുറിച്ച് ചിന്തിക്കും, ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം കാണിക്കരുതായിരുന്നു എന്നുള്ളത്. അപ്പോൾ ജയനിർമ്മല ചോദിക്കുന്ന, അല്ല ദേവേട്ട, അപ്പോൾ നമുക്കും അങ്ങനെ തോന്നുമെന്നാണോ ദേവേട്ടൻ പറഞ്ഞു വരുന്നത്? അതെ, നമുക്കും നാളെ അങ്ങനെ തോന്നിക്കൂടായികയില്ല. അതുകൊണ്ട് മാനസയുടെ ജീവിതം തുലാസിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും മാനസയെ നീ അറിയിക്കാനൊന്നും പോവണ്ട. പ്രസവം കഴിയുന്നത് വരെ മാനസ ഇതൊന്നും അറിയുകയും വേണ്ട. കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്നത് വരെ നീ ഇതൊന്നും അവളോട് പറയാനും പോവേണ്ട. എന്തായാലും നീ ഒരു നല്ലൊരു തുക തന്നെ മാനസയ്ക്ക് കൊടുക്കണം. അതാണ് അവളുടെ ഭാവിക്കും ഏറ്റവും നല്ലത്. മാനസയ്ക്ക് അങ്ങനെ ഒരു തുക നീ എന്തായാലും റെഡിയാക്കി വെക്കണം. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും മാനസയോട് നീ തൽക്കാലം സംസാരിക്കുകയോ പറയുകയോ വേണ്ട എന്നും പറഞ്ഞ് ദേവൻ പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മാനസ ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് വിഷമിച്ചിട്ട് പോവുകയാണ് കേട്ടോ. എന്നിട്ട് താഴെ എത്തിയ ശേഷം അച്ഛനമ്മയും പറയുന്നതിൽ ഇപ്പോൾ വാസ്തവമുണ്ട് എന്നുള്ള ചിന്ത മാനസയുടെ മനസ്സിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ദേവൻ പോയി കഴിഞ്ഞ ശേഷം ജയനിർമ്മല മനസ്സിൽ ചിന്തിക്കുകയാണ്, ദേവേട്ട, നിങ്ങൾ പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ വരാൻ പോകുന്നത്. ഞാൻ എൻ്റെ മാനസ മോളെ എന്തായാലും ഉപേക്ഷിക്കാൻ പോകുന്നില്ല. മാനസ മോളുടെ ജീവിതം തകർക്കാനും ഞാനായിട്ട് നിൽക്കുകയില്ല. അതിനുള്ള വഴിയൊക്കെ ഞാൻ മനസ്സിൽ കണ്ടെത്തിയിട്ടുണ്ട്. ദേവേട്ടൻ കണ്ടോ, അവൾക്ക് ഒന്നും സംഭവിക്കില്ല. അവളെ ഞാൻ സംരക്ഷിച്ച് കൂടെ നിർത്തുക തന്നെ ചെയ്യും. ജയനിർമ്മല സ്വയം മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജയനിർമ്മലയ്ക്ക് കുടിക്കാനുള്ള വെള്ളവും ഗുളികയുമായിട്ട് മാനസ വരികയാണ്. എന്നിട്ട് വിഷമിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ജയനിർമ്മല പറയാണ്, നീ മറ്റുള്ളവർ പറയുന്നതൊന്നും നീ ചെവി കൊള്ളാൻ നിൽക്കണ്ട. നീ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. നിന്റെ കൂടെ ഈ ആൻറ്റിയുണ്ട്. നിന്നെ ഞാൻ ഒരിക്കലും കൈവിട്ട് കളയില്ല മോളെ. ആര് തന്നെ എന്ത് പറഞ്ഞാലും നിന്റെ കൂടെ ഈ ആൻറ്റി തന്നെ ഉണ്ടാവും. ആൻറ്റി നിന്നെ ഉപേക്ഷിച്ച് കളയുകയില്ല എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ആ ഒരു വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ മാനസയ്ക്ക് ഇങ്ങനെ വിഷമമുണ്ടെങ്കിലും ആൻറ്റിയോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ ആൻറ്റി സത്യം പറയും എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ആൻറ്റിയുടെ മുന്നിൽ 2 പേരക്കുട്ടികളെ ഒരുമിച്ച് കിടത്തിയാൽ ഭാവന പ്രസവിച്ച കുഞ്ഞിനെയും ഞാൻ പ്രസവിച്ച കുഞ്ഞിനെയും ആൻറ്റിയുടെ തൊട്ടടുത്ത് കൊണ്ടുവന്നാൽ ആൻറ്റി ആദ്യം എടുക്കുന്ന കുഞ്ഞ് ആരായിരിക്കും? ഭാവനയുടേതോ അതോ എൻ്റെ കുഞ്ഞിനെയോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ജയനിർമ്മലയ്ക്ക് ഉത്തരം മുട്ടി പോവുകയാണ്. എൻ്റെ ഈ ചോദ്യത്തിൻ്റെ മുന്നിൽ ഉത്തരം പറയാൻ കഴിയുന്നില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്തായി പറയുന്നത് മോളെ? നീ എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത്? മോളെ, നീ വെറുതെ കാട് കയറി ഓരോന്ന് ചിന്തിക്കേണ്ട. ഈ ആൻറ്റി നിന്റെ കൂടെ ഒപ്പം തന്നെ ഉണ്ട്. ഒരു കണക്കിന് ഞാനൊരു പൊട്ടിയാണല്ലേ ആൻറ്റി. എനിക്ക് എന്തൊക്കെയാണ് ചോദിക്കേണ്ടത് എന്ന് പോലും അറിയില്ല. ഭാവന നാളെ ഒരു അമ്മയാവാൻ പോവുകയാണ്. അതുപോലെ എൻ്റെ പ്രസവം കഴിഞ്ഞ് ആ കുഞ്ഞും ഭാവനയുടെ കുഞ്ഞും തമ്മിൽ നാളെ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ചോദ്യം തന്നെയായിരിക്കും. ഭാവിയിൽ ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ഒന്നും തന്നെ ചിന്തിക്കാതെ ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയട്ടോ. ആ സമയത്ത് ജയനിർമ്മല പറയണം, മോളെ, നീ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. നീ പ്രസവിക്കുന്ന കുഞ്ഞും എങ്ങനെ വളരണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിന് ഒരു കുറവും വരാതെ ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കുക തന്നെ ചെയ്യും. പിന്നെ ഈ ആൻറ്റി നിൻ്റെ കൂടെ തന്നെയുണ്ട്. ആൻറ്റി ഒന്നും കാണാതെ ഒന്നും പറയില്ല എന്നുള്ളത് മോൾക്ക് അറിയാവുന്നതല്ലേ. മോള് വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് മാനസയെ സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ. അങ്ങനെ മാനസ പറയണ, അല്ല ആൻറ്റി, പ്രസവം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ റോള് കഴിഞ്ഞില്ലേ? പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതോടുകൂടി എൻ്റെ ജോലി കഴിഞ്ഞില്ലേ എന്നൊക്കെ വിഷമത്തോടു കൂടി മാനസ പറയട്ടോ. അപ്പോൾ ജയനിർമ്മല പറയണം, മോളെ, നീ ഇങ്ങനെ ഓരോ ആലോചിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. ഈ ആൻറ്റി എന്തെങ്കിലും മനസ്സിൽ കാണാതെ നിന്നോട് ഇങ്ങനെയൊന്നും പറയില്ല എന്ന് നിനക്ക് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് മോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞ് മാനസയെ സമാധാനപ്പെടുത്തുകയാണ് ജയനിർമ്മല. അങ്ങനെ മാനസ പോയി കഴിഞ്ഞ ശേഷം ജയനിർമ്മല മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവൾക്ക് എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം വരാൻ, ഇവൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ദേവൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല എന്നാണ് ജയനിർമ്മലയുടെ മനസ്സിൽ. അങ്ങനെ സൂര്യയും ഭാവനയും കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ ജയനിർമ്മല ആലോചിച്ച് കിടക്കുന്ന സമയത്ത് ഭാവന റൂമിലേക്ക് ചെന്ന ശേഷം ആൻറ്റി എന്നങ്ങ് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭാവനയും സൂര്യയും കാണുന്ന സമയത്ത് പെട്ടെന്ന് ജയനിർമ്മല മുഖം തിരിഞ്ഞ് അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ എന്താ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ
പറയുമ്പോൾ അതെന്താ അമ്മേ ഇങ്ങനെ കിടക്കുന്നത്, ഇതുവരെ ഭാവന വരാത്തതിനുള്ള പരിഭവമായിരുന്നല്ലോ, ഇപ്പോൾ ഭാവന വന്നിട്ട് പോലും അമ്മ എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിക്കാട്ടോ. അപ്പോൾ ഭാവനയോട് ജയനിർമ്മല പറയാണ്, എനിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ച് നിനക്ക് ഇന്നലെ വരാൻ തോന്നിയില്ലല്ലോ, ഇപ്പോഴാണോ നീ വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് സത്യമായിട്ടും ആൻറ്റി ഞാൻ ഇന്നലെ തന്നെ വരാൻ നിന്നതാണ്, പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർ എന്നെ സമ്മതിച്ചില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരാതിരുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ ആൻറ്റിക്ക് അറിയാവുന്നതല്ലേ എന്തുകൊണ്ടാണ് എൻ്റെ വീട്ടുകാർ ഇവിടേക്ക് വരാൻ സമ്മതിക്കാത്തത് എന്നുള്ളതൊക്കെ, അതിന് അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല എന്നൊക്കെ പറയാണ്. സൂര്യ പറയാണ്, അല്ലെങ്കിലും അമ്മ ഇന്ന് അവിടെ വന്ന് കാണിച്ചതൊക്കെ ശരിയായ കാര്യമാണോ, അമ്മ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ പിന്നെ സൂര്യ എനിക്ക് ദേഷ്യം വന്നത് എന്നെ അറിയിക്കാതെ നിങ്ങളെല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി അവിടെ ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ പരിഭവം വന്നു എന്നുള്ളത് സത്യം തന്നെയാണ്, നിങ്ങളെല്ലാവരും എന്നെ ഒരു ശത്രുവായി മാറ്റി നിർത്തിയതുപോലെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അവിടെ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. അപ്പോൾ ഭാവന പറയണ, ആൻറ്റിയെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ആരും ഒന്നും സന്തോഷത്തോടു കൂടി ചെയ്യുകയില്ല, ഞങ്ങൾ ആഘോഷിക്കുകയുമില്ല, പക്ഷേ ആൻറ്റി ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് ആരുടെ മുന്നിലും അഭിനയിക്കാനൊന്നും അറിയില്ല, എനിക്ക് ഇരട്ട മുഖവുമില്ല, ഞാൻ അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് എല്ലാവരോടും സംസാരിക്കാറും പെരുമാറാറുമുള്ളൂ, പിന്നെ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ഞാൻ അതിന് പ്രതികരിക്കാറുണ്ട്, അത് എൻ്റെ ഒരു സ്വഭാവവുമാണ് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ സൂര്യയെയും ഭാവനയെയും കണ്ടപ്പോൾ ജയനിർമ്മല പിന്നെ സ്നേഹത്തോടു കൂടിയിട്ടൊക്കെ സംസാരിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ പ്രസീതയും അജയനും ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരിത് കാണുന്ന സമയത്ത് അജയൻ അങ്ങ് ദേഷ്യം വരികയാണ്, ഇപ്പോൾ കണ്ടില്ലേ മരുമോളോട് അവൾക്കുള്ള സ്നേഹം കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ മാനസമോള് പുറത്തായി എന്നൊക്കെ പറയട്ടോ. എന്തായാലും അനിരുദ്ധനെ വിളിച്ച് കാര്യം പറയും, ഇന്നിപ്പോൾ എന്തായാലും അവനെ ഇവിടെ നിന്ന് പോവാൻ സാധ്യതയില്ല, അങ്ങനെയാണെങ്കിൽ അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പറ്റിയ അവസരമാണ് എന്ന് പറയട്ടോ. അപ്പോൾ പ്രസീത പറയാണ്, നിങ്ങൾ വെറുതെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യാൻ നിൽക്കണ്ട, ഭാവനയ്ക്ക് ഇവിടെ വെച്ച് എന്ത് സംഭവിച്ചാലും അത് നമ്മൾ കാരണമാണെന്നുള്ളത് അവർക്ക് എല്ലാവർക്കും മനസ്സിലാവും, അതോടുകൂടി വീണ്ടും ഈ വീടിൻ്റെ പടി ഇറങ്ങേണ്ടി വരും, അതുകൊണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഭാവനയെ പുറത്ത് വെച്ചിട്ട് തന്നെയാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ, അവൾ ഇവിടെ നിന്നും പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പ്രസീത പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അനിരുദ്ധനെ ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധൻ പറയാണ്, ഇപ്പോൾ കിട്ടിയ അവസരമാണ്, അത് നിങ്ങൾ നല്ലതുപോലെ പ്രയോഗിക്കണം എന്ന് പറയുമ്പോൾ അതിന് ഇവിടെ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങളാണ് ഇതിൻ്റെ പിറകിലെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും, അതുകൊണ്ട് അവർ പുറത്തിറങ്ങുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ, അവളെന്തായാലും ഇവിടെ നിന്ന് പോവുകയുണ്ടാവും, അപ്പോൾ തനിച്ചാണ് പോകുന്നതെങ്കിൽ നല്ല സുഖത്തിൽ എല്ലാ കാര്യവും നടത്താം എന്ന് അനിരുദ്ധൻ പറയാട്ടോ. അപ്പോൾ അജയൻ പറയുന്നത്, സൂര്യ തന്നെയാവും ഭാവനയെ വീട്ടിൽ കൊണ്ടുവിടുക, അപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ സൂര്യ ഒപ്പം പോവാൻ പാടില്ല, സൂര്യയെ നിങ്ങൾ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണം, അതിനുള്ള വഴി നിങ്ങൾ തന്നെ കണ്ടെത്തണം, അപ്പോൾ ഭാവന തനിച്ചു പോവും, ആ സമയത്ത് എന്നെ നിങ്ങൾ അറിയിച്ചാൽ മതി, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ തീരുമാനിച്ചുകൊണ്ട് എന്നും പറഞ്ഞ് അനിരുദ്ധൻ ഫോൺ വെക്കുകയാണ് കേട്ടോ. ഈ സമയം ഭാവന മാനസയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കരുത്, നീ നിൻ്റെ ശരീരം നല്ലതുപോലെ സൂക്ഷിക്കണം, പിന്നെ കൃത്യമായി നീ ചെക്കപ്പിനൊക്കെ പോവുകയും വേണം എന്നൊക്കെ പറഞ്ഞ് മാനസയെ ഉപദേശിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ ഇപ്പോൾ ഇവിടേക്ക് പറഞ്ഞയക്കാൻ തീരെ ഇഷ്ടപ്പെടാതെയാണ് അമ്മയും സേതുവേട്ടനൊക്കെ പറഞ്ഞയച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ തിരിച്ചു പോവും എന്ന് പറയുമ്പോൾ മാനസ പറയാണ്, ഭാവന ഇന്നൊരു ദിവസമെങ്കിലും ഇവിടെ നിന്നൂടെ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും ഞാൻ സൂര്യയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയട്ടോ. അങ്ങനെ ഭാവന നേരെ റൂമിലേക്ക് പോവുകയാണ്. ഈ സമയം ഗായത്രി ആണെങ്കിലോ വെപ്രാളം പിടിച്ചുകൊണ്ട് ഭാവനയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാവന ഫോൺ എടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഗായത്രിക്കും സേതുവിനും മായയ്ക്കൊക്കെ നല്ല ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ സേതു പറയാണ്, എന്താണ് ഭാവന ഇത്രയും നേരമായിട്ട് തിരിച്ചു വരാത്തത്, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഭാവനയോട് പോവണ്ട എന്നുള്ളത്, എന്നിട്ടും അതനുസരിക്കാതെ അവൾ പോയി, ഇനി വന്നതൊക്കെ അനുഭവിച്ചോട്ട്, അവൾ ഇന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി അവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ സേതു ദേഷ്യം പിടിച്ച് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന ഗായത്രിയുടെ ഫോണ് കാണുന്ന സമയത്ത് എടുക്കുകയാണ്. എന്നിട്ട് പറയണ, അമ്മേ ഞാൻ ഇന്ന് വരില്ല എന്ന് പറയുമ്പോൾ ഗായത്രി അങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്, നിനക്ക് ഇതുവരെ കിട്ടിയതൊന്നും മതിയായില്ലേ, നീ മര്യാദക്ക് ഇന്ന് തന്നെ ഇവിടേക്ക് വന്നിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടേക്ക് വരുമെന്ന് പറയട്ടോ. അതൊന്നും വേണ്ട അമ്മേ, ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീടല്ലേ, നാളെ ഞാൻ വന്നോളാം, സൂര്യ കൂടി ഇന്ന് വരണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്തായാലും ആൻറ്റി എന്നെ വിടുന്നില്ല, അപ്പോൾ പിന്നെ നാളെ ഞാൻ എന്തായാലും അവിടേക്ക് വന്നോളാം അമ്മേ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. അപ്പോഴത്തേക്കും സേതുവിന് ദേഷ്യം പിടിച്ചിട്ട് സേതു പറയണ, ഞാൻ ഇപ്പം തന്നെ ഭാവന
ഭാവനയെ അവിടെ നിന്ന് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും മായയും ഗായത്രിയും അങ്ങ് തടയുകയാണ്. നീ എടുത്തു ചാടി ഓരോന്ന് ചെയ്യേണ്ട, അവിടേക്ക് നീ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അത് ജയനിർമ്മലയ്ക്ക് ഇഷ്ടപ്പെടുകയൊന്നുമില്ല. നീ ഒന്ന് അടങ്ങ് സേതു, എന്തായാലും ഭാവന തന്നെ ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുവരെ നീ ഒന്ന് ക്ഷമിക്കുക. എപ്പിസോഡിൽ ഭാവന ജയനിർമ്മലയും സൂര്യയൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിൽക്കുകയാണ്. ഒരു ദിവസം അവിടെ നിന്ന് പിറ്റേ ദിവസം ഗായത്രിയുടെ അടുത്തേക്ക് പോവാമെന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് മാനസയ്ക്ക് പെട്ടെന്നൊരു വയറുവേദന വരികയാണ്. മാനസയെ സൂര്യ വന്ന് കെയർ ചെയ്യുകയാണ് കേട്ടോ. സൂര്യ മാനസയെ സംരക്ഷിക്കുന്നതൊക്കെ കാണുന്ന സമയത്ത് അജയനും പ്രസീതയ്ക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുള്ള ചിന്ത അജയൻ്റെയും പ്രസീതയുടെയും മനസ്സിൽ വരികയാണ് കേട്ടോ. അതിന് ഭാവന തന്നെയാണ് ശല്യമായി നിൽക്കുന്നത്. അവളെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കുക തന്നെ ചെയ്യണമെന്ന് അജയനും പ്രസീതയും മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ്. പിന്നീട് സൂര്യയും ഭാവനയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അജയനെയും പ്രസീതയെയും കുറിച്ച് സൂര്യ ഭാവനയോട് പറയുമ്പോൾ, എന്നോട് എന്ത് ചെയ്താലും ഞാൻ അവരോടെല്ലാം തന്നെ ക്ഷമിക്കും, പക്ഷേ എൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ച അവരോട് ഈ ജന്മം ഞാൻ ക്ഷമിക്കുകയില്ല എന്ന് പറയട്ടോ. അപ്പോൾ അതെല്ലാം തന്നെ അജയനും പ്രസീതയും ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. എന്നിട്ട് അജയനും പ്രസീതയും മാനസയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് മാനസയാണെങ്കിലോ വയറിൽ കൈ പൊത്തിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. വേദനയൊക്കെ ഒന്ന് ആശ്വാസമായപ്പോൾ അപ്പോൾ അജയൻ പറയുകയാണ് മാനസയോട്, നിന്നെ സൂര്യ എത്രമാത്രം അധികം കരുതലോട് കൂടിയിട്ടാണ് നീ ശ്രദ്ധിക്കുന്നത്. ആ സ്നേഹം ഒരിക്കലും നീ നഷ്ടപ്പെടുത്തി കളയരുത് മോളെ. ഈ ഒരു സ്നേഹവും പരിഗണനയും നീ കൈവിടാതെ സൂക്ഷിച്ചു പിടിച്ചോളണം മോളെ. സൂര്യ അത്രമാത്രം അധികം ശ്രദ്ധയോട് കൂടിയിട്ടാണ് നിന്നെ നോക്കുന്നത് എന്നൊക്കെ പറയട്ടോ. അത് കേൾക്കുമ്പോൾ മാനസയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അജയൻ സൂര്യയെക്കുറിച്ച് ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ